എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുൻപോട്ട് തന്നെയെന്ന് LDF വ്യക്തമാക്കുമ്പോൾ ഇനി എന്താണ് എലപ്പുള്ളി പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിനോട് നമുക്ക് ചോദിക്കാം. പഞ്ചായത്തിന്റെ ഇനിയുള്ള ഈ വിഷയത്തിലെ നിലപാട് എന്തായിരിക്കും? പഞ്ചായത്ത് ഓൾറെഡി നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് എമർജൻസി ബോർഡ് കൂടി ഈ തീരുമാനം പിൻവലിക്കാൻ പറഞ്ഞു. എന്തായാലും ഗവൺമെൻറ് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ. പഞ്ചായത്ത് അടിയന്തര പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഏത് ഘട്ടത്തിലാണ് നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്, ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും സമീപിക്കും എന്നുള്ള കാര്യത്തിലും മാറ്റമില്ല. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടേക്കുള്ള റോഡടക്കം പല കാര്യങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു സ്വകാര്യ കമ്പനിക്ക് എങ്ങനെ ഇത്ര അധികം ഏക്കർ ഭൂമി കൈവശം വെക്കാൻ കഴിയും, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ പഞ്ചായത്ത് പരിശോധിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും പരിശോധിക്കും. കാരണം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ 15 ഏക്കറിൽ കൂടുതൽ വെക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ 24 ഏക്കർ ഒരു വ്യക്തിക്ക് എങ്ങനെ നമ്മൾ നികുതി കെട്ടി കൊടുക്കാം? അപ്പോൾ അത് തന്നെ അവിടെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടാൻ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ തണ്ണീർത്തടത്തിൽ പെടുന്ന ഈ പ്രദേശത്ത്, അത് 5 ഏക്കറയോളം ഉണ്ടല്ലോ, ആ പ്രദേശത്ത് ബിൽഡിംഗ് കെട്ടാനുള്ള അനുമതിക്ക് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് തടസ്സപ്പെടുത്താനുള്ള അധികാരം ഉണ്ടല്ലോ. അപ്പോൾ നിയമപരമായിട്ട് നേരിടേണ്ടുന്ന ഘട്ടത്തിൽ നേരിടും തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് മാധ്യമപ്രവർത്തകരെയും കൊണ്ട് അഹല്യ ക്യാമ്പസിൽ പോവുകയും അവിടെ മഴക്കുഴികൾ ഉണ്ട് എന്ന് കാണിച്ചു തരികയും ചെയ്തു, വെള്ള സംഭരണികൾ. അപ്പോൾ അത് പ്രായോഗികമാണ്? അതുപോലെയുള്ള ഒരു മഴക്കുഴി ഇവിടെ ഇവിടെ നമ്മുടെ ഈ മേഖലയിൽ കെട്ടുകയാണെങ്കിൽ പ്രായോഗികമാണോ? അത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്? അയ്യോ, വളരെ ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി അഹല്യ ക്യാമ്പസിൽ, അതും എനിക്ക് തോന്നുന്നു 30,000-3000 ഏക്കർ വരുന്ന അഹല്യ ക്യാമ്പസിനകത്ത് പോയിട്ട് അവിടെ തണ്ണീർത്തടമുണ്ട്, മഴവെള്ളം റീചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് ഈ 24 ഏക്കർ സ്ഥലത്ത് മഴവെള്ളം റീചാർജ് ചെയ്യാൻ കഴിയും എന്ന് താരതമ്യം ചെയ്ത് തന്നെ വളരെ ചീപ്പായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാജേഷ് മന്ത്രി പോകേണ്ടിയിരുന്നത് അവിടേക്കാണോ? ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ പോകേണ്ടിയിരുന്നത്? അവിടെ അഹല്യ ക്യാമ്പസിൽ പോയിട്ട് ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി മഴവെള്ളം റീചാർജ് സിസ്റ്റം പഠിക്കാൻ എന്തിനാണ് മന്ത്രി പോയത്? അത് വളരെ കമ്പനിയുടെ ഒരു വക്താവായിട്ടല്ലേ പോയിട്ടുള്ളത്. കമ്പനിക്കാർ ഇനിയും പുറത്ത് വന്നിട്ടില്ല, ഞങ്ങൾ ഈ ബിൽഡിംഗ് കെട്ടുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമെന്നോ കമ്പനി പറഞ്ഞിട്ടില്ല. കമ്പനിക്ക് ഒരു പ്രാരംഭ അനുമതി കൊടുത്തു, തത്വത്തിൽ അംഗീകാരം കൊടുത്തു എന്നുള്ളതിൽ കവിഞ്ഞ് കമ്പനി ഇതുവരെ ഒരു അഭിപ്രായവും പുറത്തു വന്നിട്ടില്ല കമ്പനിയുടെ. അപ്പോൾ കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയും രാജേഷ് മന്ത്രിയുമാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ അത് ഒട്ടും കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടും പാവപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായത്തിനെ മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ഇന്നലെ കൂടിയ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ പറയുകയുണ്ടായി, നിർബന്ധമായിട്ടും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. CPIയും RJDയും ഈ പറയില്ലേ, സായിവിനെ കണ്ട കവാത്ത് മറക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ മറന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഈ എന്താണ് മുഖ്യമന്ത്രിയുടെ മുഷ്ടിയുടെ മുന്നിൽ ഇവർ സൈലൻ്റായി എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇവർ ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിക്കുമെന്ന് പറഞ്ഞ് മീറ്റിങ്ങിന് പങ്കെടുക്കുകയും വളരെ സൈലൻ്റായിട്ട് തിരിച്ചു ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത് ഒട്ടും ജനങ്ങളോടുള്ള ഒരു അവരുടെ അഭിപ്രായത്തിനെ മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്. അതിൽ തന്നെ വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കാരണം മദ്യവ്യാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ക്യാമ്പയിൻ നടത്താൻ മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കുകയും മദ്യവ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്ന വിരോധാഭാസം. അപ്പം ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? കാരണം ഈ രണ്ടും ഒരേ മീറ്റിങ്ങിൽ അറ്റ് എ ടൈം എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ജനങ്ങൾ അത്തരം ഇവരുടെ ഈ തീരുമാനങ്ങളോടൊന്നും യോജിക്കാൻ കഴിയുന്ന ജനങ്ങളല്ല. ഞാൻ അവിടുത്തെ പാവപ്പെട്ടവരെ, സാധാരണക്കാരായിട്ടുള്ള ഈ പ്രദേശവാസികളോട് ഇന്നലെയും സംസാരിച്ചിരുന്നു. അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവർ പഞ്ചായത്തിനോട് ഒപ്പമാണ് എന്ന് പറഞ്ഞു, പിന്നിലല്ല ഒപ്പമാണ് എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഈ ഭാഗത്ത്. ഇപ്പം നോക്കൂ, മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഒക്കെ തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങൾ പറയാം. ഇത് പണിയെടുക്കണമെങ്കിൽ മണ്ണുക്കാട് തന്നെ വരണം, വേറെ എവിടെയും പോയിട്ട് പണിയെടുക്കാൻ പറ്റില്ല. ഈ പണിയെടുക്കുമ്പോൾ ഈ പ്രദേശവാസികളുടെ നൂറ്റിക്കണക്കിന് വരുന്ന ആൾക്കാരുടെ നെഞ്ചത്ത് കൂടെ കയറി ഇറക്കി വണ്ടികൾ കൊണ്ടുപോകുമോ ഇവർ? ഒരിക്കലും സാധ്യമല്ല. ഈ കമ്പനി ഇവിടെ വരുന്നതിന് ശക്തമായിട്ടുള്ള
എതിർപ്പ് പ്രദേശവാസികളുടെ ഉണ്ട്. ജനങ്ങളുടെ എതിർപ്പിന് മുന്നിൽ മുട്ടും മടക്കി ഓടിയ ചരിത്രവും പിണറായി ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ആ ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഇതേ എലപ്പുള്ളിയിൽ 10-ാം വാർഡിൽ കൗശുപ്പാറയിൽ ബ്രൂവറി കൊണ്ടുവന്നിട്ട് അത് പിൻവലിച്ചിട്ട് പോയിട്ടുള്ള ഒരു ചരിത്രവും മുഖ്യമന്ത്രിയുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്ന് എടുത്ത് പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എലപ്പുള്ളി പഞ്ചായത്ത് ഈ വിഷയത്തിൽ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.